അല്പസമയം കഴിയുമ്പോൾ ആറന്മുള ആവേശക്കടലായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. CG ഉമേഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരുൺ കൊടുങ്ങൂരും അവിടെ നിന്ന് ചേരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അരുൺ, ഇപ്പോൾ അവിടെ ആവേശക്കടലാവുന്ന ഒരു അവസ്ഥ, അത് എത്ര മണിയോടുകൂടിയാണത് സജീവമാകാനുള്ളത്? അതോടൊപ്പം തന്നെ ഏറ്റവും കൗതുകമായി ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ടീം അംഗങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഭക്ഷണക്രമം അല്ലെങ്കിൽ വ്യായാമക്രമം എന്താണ് എന്നൊരു അന്വേഷണം എല്ലാ തവണയും ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ചിട്ടയായ ഭക്ഷണക്രമം, അതോടൊപ്പം തന്നെ കഠിനമായ വ്യായാമ മുറകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണല്ലേ അവരിവിടേക്ക് എത്തുന്നത്? തീർച്ചയായും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലേക്ക് ഒരു നാടിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു വർഷം നീണ്ട ഒരു കാത്തിരിപ്പിനാണ് അത് അവസാനമാകുന്നത്. ആറന്മുളക്കാരെ സംബന്ധിച്ചോളം, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചോളം ഈ വള്ളംകളി എന്നത് ആചാര പെരുമയോടെ നടക്കുന്ന ഈ വള്ളംകളി എന്നത് പാരമ്പര്യ പ്രൗഢിയോടെ നടക്കുന്ന ഈ വള്ളംകളി എന്നത് അവരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന വികാരം തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആറന്മുളക്കാരൻ ഇന്ന് ഈ ദിവസം ഇവിടേക്ക് എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ് അടക്കമുള്ള ഈ നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വികാരം കൂടിയാണ് ഈ ഒരു വള്ളംകളി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഒരു നാടിൻ്റെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഈ വള്ളംകളി ആരംഭിക്കാനുള്ള ആചാര പ്രൗഢിയോടെ നടക്കുന്ന ഈ വള്ളംകളി ആരംഭിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. പമ്പയാറിന്റെ ഇരുകരകളിലും വള്ളംകളി കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പള്ളിയോട സേവാ സംഘത്തിൻ്റെയും എല്ലാം തന്നെ ഭാഗത്തുനിന്നും നടന്നു വരികയും ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെയൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പ് തന്നെയാണ് ഈ ഒരു വള്ളംകളിയിലേക്ക്. വലിയൊരു ആവേശം തന്നെയല്ലേ ഇവിടെ എല്ലാം തന്നെ ഉള്ളത്? ആറന്മുളയെ സംബന്ധിച്ച് ഈ വള്ളംകളി എന്നത് ഒരു ആവേശം മാത്രമല്ല, അതൊരു ഭക്തിയുടെ തലം കൂടിയുണ്ട്. നേരെ ദേവിക ചോദിച്ച പോലെ അങ്ങനെ കരയിൽ തയ്യാറെടുപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കരയിൽ തയ്യാറെടുപ്പുകളുണ്ട്. അതൊക്കെ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ കുട്ടനാട്ടിലൊക്കെ കാണുന്ന പോലെ ക്ലബ്ബ് മത്സരങ്ങളല്ല എന്നതുകൊണ്ട് തന്നെ അതൊരു കായിക ഇനമായിട്ടുള്ള ഒരു തരത്തിലേക്കല്ല അതിനെ കാണുക. അത് ഭഗവാന് സമർപ്പിക്കുക, ഇവിടേക്ക് പള്ളിയോടത്തിൽ എത്തുക എന്ന് തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് 52 പള്ളിയോടങ്ങൾ ഉണ്ടെങ്കിലും അതിലേണ്ട 30-ൽ താഴെ പള്ളിയോടങ്ങളാണ് ഒരു വാശിയോടുകൂടി മത്സരിക്കണമെന്ന തരത്തിലേക്ക് ഇവിടേക്ക് എത്തുക. ബാക്കി എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറുക എന്നതിന് വേണ്ടി മാത്രം എത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കായികപരമായ വലിയ തയ്യാറെടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 വർഷമായി അത്തരം ചില തയ്യാറെടുപ്പുകളൊക്കെ പല കരകളിലും കാണാറുണ്ട്. ചെറുവള്ളങ്ങൾ വാങ്ങിയുള്ള പ്രാക്ടീസൊക്കെ ഇപ്പോൾ പല കരകളിലും തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേഗത കൂടി ഇതിൻ്റെ ഒരു മാനദണ്ഡമാക്കി. മന്നൻ ട്രോഫി ആര് നേടുമെന്നതിലേക്ക് ഒരു വേഗത കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള മത്സരക്രമത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത്തവണ അത് കുറച്ചുകൂടി വേഗത കൂടി അതിനൊരു വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ഹീറ്റ്സ് മത്സരങ്ങളിൽ ആരാണോ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടേക്ക് പാടിത്തുഴഞ്ഞെത്തുക ആ പള്ളിയോടങ്ങൾ നേരിട്ട് ഫൈനലിലേക്ക് മത്സരിക്കുന്ന തരത്തിലേക്കാണ് ഇത്തവണ മത്സരവള്ളംകളി ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ ക്രമീകരണം അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സമയം മുതൽ തന്നെ പള്ളിയോട കരകളിലൊക്കെ അതിന്റെ പ്രാക്ടീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണക്രമം എന്നത് വ്രതശുദ്ധിയോടുകൂടി വേണം പള്ളിയോടത്തിൽ കയറാൻ എന്നതാണ് കരകക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പള്ളിയോട ക്യാപ്റ്റന്മാരും പ്രതികളും ഒക്കെ ആ ഒരു വ്രതത്തിന്റെ നാളുകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ളത്. പിന്നീട് ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ സദ്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ പള്ളിയോടങ്ങളൊക്കെ ഏകദേശം എല്ലാ ദിവസവും ഈ നമ്മളിപ്പോൾ കാണുന്ന ഇടശ്ശേരിമലയും അല്ലെങ്കിൽ ഇടശ്ശേരിമല കിഴക്കുമൊക്കെ എല്ലാ ദിവസവും പള്ളിയോട ഇവിടെ എത്തി വള്ളസദ്യ കഴിക്കുന്ന, അതുകൊണ്ട് അവർക്ക് ഒരു 72 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയുടെ ദിവസങ്ങളാണെങ്കിൽ ഒരു 60 ദിവസത്തിലധികം ഈ 2-3 പള്ളിയോടങ്ങളൊക്കെ സ്ഥിരമായി വള്ളസദ്യ ഉള്ളതാണ്. അപ്പോൾ അവരൊക്കെ പള്ളിയോടത്തിന്റെ ആളുകളുടെ ഭക്ഷണക്രമം എന്നത് വള്ളസദ്യയാണ് ബഹുഭൂരിപക്ഷം പള്ളിയോടങ്ങളുടെയും. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരിച്ച ഭക്ഷണശൈലി ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഇത്തരം ചില പരിശീലനങ്ങളൊക്കെ പള്ളിയോടവുമായി ബന്ധപ്പെട്ട കരകളിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ചോളൂ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. പള്ളിയോട കരകളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. പല പള്ളിയോട ക്യാപ്റ്റന്മാരും പ്രതികളും ഒക്കെ ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെത്തി തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ച് അവർ കരകളിലേക്ക് മടങ്ങിയാണ്. 8:30 ഏറ്റവും ഇടക്കുളം പള്ളിയോടം 8:30 അവിടെ നിന്ന് തിരിക്കും. നേരത്തെ നിരവധി ട്രോഫി നേടിയ പള്ളിയോടമാണ് ഇടക്കുളം. അങ്ങനെ ഏറ്റവും കിഴക്കുന്ന് വരുന്ന ഇടക്കുളം പള്ളിയോടമാണ്. അങ്ങനെ എല്ലാ പള്ളിയോടങ്ങളും ഒരു 8:30 തിരിച്ച് 11 മണിയോടുകൂടി എല്ലാവരും ഈ സത്രക്കടവിലേക്ക് എത്തും. 12 മണിക്ക് ശേഷം ഇവിടെ ഹീറ്റ്സ് അനുസരിച്ച് ഇവിടെ ഇങ്ങനെ നിരനിരയായി പള്ളിയോടങ്ങൾ അങ്ങനെ എത്തിച്ചേരണമെന്നാണ് പള്ളിയോട സേവാ സംഘം പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം. അപ്പോൾ അതനുസരിച്ച് ഏതാണ്ട് ഒരു 11 മണി മുതൽ നമുക്ക് അതിൻ്റെ ആവേശം പമ്പയിൽ കാണാം. കാരണം ഇവിടെ എത്തി ട്രയൽ നടത്തുന്ന ചില പള്ളിയോടങ്ങൾ ഉണ്ടാവും, ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് തുഴഞ്ഞു പോകുന്ന ചില പള്ളിയോടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 11 മണി മുതൽ നമുക്ക് ഈ പള്ളിയോടങ്ങളുടെ ഒരു തുഴഞ്ഞു നീങ്ങുന്നതിന്റെ ദൃശ്യചാരുതയൊക്കെ കാണാൻ സാധിക്കും. പല പള്ളിയോടങ്ങളും ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കരക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നലെയും ചെറിയ ചില ജലമേളകളൊക്കെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. പല പള്ളിയോടങ്ങളും ഇപ്പോൾ കരക്ക് കയറ്റി വെച്ച് അവർ മീനയൊക്കെ ഇട്ട് വെള്ളത്തിൽ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പള്ളിയോടത്തെ അങ്ങനെ ഒരുക്കി നിർത്തുകയാണ്. ഇനി അല്പസമയത്തിനകം ഈ പള്ളിയോടമൊക്കെ ഇറക്കി അതിനെ ആടയാഭരണങ്ങളൊക്കെ ചാർത്തി വളരെ മനോഹരമാക്കി എത്രയും അതിനും ഒരു ട്രോഫി ഉണ്ടെന്നുള്ളതാണ് ആറന്മുളയുടെ പ്രത്യേകത. ആർ ശങ്കർ സുവർണ്ണ ട്രോഫി ഈ നൽകുന്ന മന്നൻ ട്രോഫിയാണ് മത്സരം വിജയിക്കുന്ന ആൾക്ക് നൽകുന്നെങ്കിൽ സുവർണ്ണ ട്രോഫിക്ക് വേണ്ടി ഒരു മത്സരമുണ്ട്. സ്വർണ്ണം കൊണ്ട് തയ്യാറാക്കിയ ട്രോഫിക്ക് വേണ്ടി ഒരു മത്സരമുണ്ട്. അത്
ഏറ്റവും നല്ല ചമയം ആറന്മുളയുടേതായ ശൈലിയിൽ പള്ളിയോടത്തെ അണിയിച്ചൊരുക്കി പരമ്പരാഗത ശൈലിയിൽ തുഴച്ചിലുണ്ട്, അങ്ങനെ വേഷവിധാനത്തിലുണ്ട്. അങ്ങനെ എത്തുന്ന പള്ളിയോടത്തിനാണ് ഏറ്റവും വിലയേറിയ മൂല്യം കൊണ്ടല്ല, അതിന്റെ വില കൊണ്ട് സുവർണ്ണ ട്രോഫിയാണ് നൽകുക. ശങ്കറിന്റെ പേരിലുള്ള സുവർണ്ണ ട്രോഫി നൽകുന്നത് അങ്ങനത്തെ ആറന്മുള ശൈലി എത്തുന്ന പള്ളിയോടത്തിനാണ്. ഒപ്പം മന്നൻ ട്രോഫി, അതാണ് എല്ലാ കരകളും 52 പള്ളിയോട കരകളും സ്വപ്നം വെക്കുന്നത്. പാർത്ഥസാരഥിയുടെ രൂപം ആലേഖനം ചെയ്ത ഗീതോപദേശം ആലേഖനം ചെയ്ത ആ ട്രോഫി കരയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഏതൊരു പള്ളിയോടക്കരക്കാരൻ്റെയും ഒക്കെ ഒരു ആവേശം, ആഗ്രഹം. കഴിഞ്ഞ ഒരു വർഷമായി അതിനുള്ള കാത്തിരിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ആവേശം ഒട്ടും ചോരാതെ അല്പസമയത്തിനകം പള്ളിയോടങ്ങളൊക്കെ ഇവിടേക്ക് വന്നു തുടങ്ങും. തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ടിങ്. ഉമേഷ് ഒരു കരക്കാരനായി മാറുന്ന ഒരവസ്ഥയിലേക്ക്, കാരണം ഒരു നാടിൻ്റെ ഒരു വികാരമാണ്, ഇവരുടെയൊക്കെ തന്നെ ഒരു വികാരമാണ്, ഇവിടെ എത്തുന്ന എല്ലാവരുടെയും വികാരമാണ് ഈ ഒരു വള്ളംകളി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ദേവിക സൂചിപ്പിച്ച തന്നെ ആലപ്പുഴ നെഹ്റു ട്രോഫി നൽകി അത് കരക്കാരുടെ അല്ലെങ്കിൽ ടീം അംഗങ്ങളുടെ ഒരു വലിയ ആവേശമാണ് എങ്കിൽ പോലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഭക്തിയും പ്രൗഢിയും എല്ലാം ചേർന്നുകൊണ്ട് ആചാരപരമായ ഒരു സവിശേഷതകളോടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വള്ളംകളി. അത് ഈ നാടിൻ്റെ ഒന്നാകെ വികാരമാണ്. ഭക്തിയും വിശ്വാസവും പാരമ്പര്യവും എല്ലാം തന്നെ അത് പ്രൗഢമായ കാഴ്ച ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വള്ളംകളി. ആ വള്ളംകളിക്ക് വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ആ വള്ളംകളി തുടങ്ങാനുള്ള ഒരു കാത്തിരിപ്പിലേക്ക് തന്നെയാണ് ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു നാടിൻ്റെ ഒരു വർഷത്തെ വലിയ പ്രതീക്ഷ കൂടിയാണ് 52 പള്ളിയോടക്കരകളുടെ ഏറ്റവും വലിയ ഒരു ആവേശം നിറയ്ക്കുന്ന ആ ഒരു കാഴ്ചകളിലേക്ക് തന്നെ വരും മണിക്കൂറുകളിലും നമുക്ക് പോകാം. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. യെസ്, അതുതന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ജലമേള. ഇന്നാണ് പമ്പാ നദിയിലെ ജലരാജാക്കന്മാരിൽ മന്നം ട്രോഫി ആര് നേടുമെന്നറിയാനുള്ള മത്സര വള്ളം കളിയും ഇന്ന് നടക്കുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. കുളപ്പരപ്പിലെ പൂരത്തിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആറന്മുളയിലും പള്ളിയോടക്കരകളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.